ഹലോ ഗൈസ്, വർക്കും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് മാങ്ങകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് മാങ്ങ എടുത്തിട്ട് ഉപ്പിലിടാന്ന് വിചാരിച്ചു, വലിയ മാങ്ങ എടുത്തിട്ട് അച്ചാറിടാന്ന് വിചാരിച്ചു. പക്ഷേ വലിയ മാങ്ങ എനിക്ക് അച്ചാറിടാൻ കിട്ടിയില്ല ഗൈസ്, അതെല്ലാം എൻ്റെ പിള്ളേർ തിന്നു തീർത്തു. മാങ്ങയെല്ലാം കഴുകി വെച്ച് ഒരു ഉണക്ക തുണിയും കൊണ്ടൊക്കെ തുടച്ച് ചട്ടിയിലാക്കി ഉപ്പൊക്കെ ഇട്ട് വെച്ചപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. ചട്ടിയിൽ കൊള്ളൂല. അങ്ങനെ ഞാൻ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് ഡബ്ബയൊക്കെ എടുത്തിട്ട് ഡബ്ബയിലോട്ടൊക്കെ മാറ്റി അതിൻ്റെ ഇടയിൽ കുറേ ഉപ്പും മുളകൊക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ വിനാഗിരിയൊക്കെ ഒഴിച്ച് സെറ്റാക്കി കൊടുത്തു. കഴിഞ്ഞ സീസൺ ബിഗ് ബോസിലുണ്ടായിരുന്ന അപ്സര പറഞ്ഞൊരു ടിപ്പാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. കായപ്പൊടി ഉപ്പിലിട്ടതിൽ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ്. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മാങ്ങയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ മാങ്ങയെല്ലാം സെറ്റായി. ഉപ്പിലിട്ട് വെക്കുന്നതെല്ലാം ഭരണിയിലോ ചില്ല് പാത്രത്തിലോ ഇട്ട് വെക്കണമെന്നുള്ള കമൻസ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. വേറെ ഒന്നുമല്ല ഗൈസ്, ഈ ഉപ്പിലിട്ട മാങ്ങ ഒരാഴ്ച പോലും ഓടില്ല. ഈ മണിച്ചിത്രത്താഴിട്ട് പൂട്ടുന്നത് ഞാൻ വേറൊന്നും കൊണ്ടതില്ല, എൻ്റെ പിള്ളേരെ പേടിച്ചിട്ടാണ് സത്യമായിട്ടും. അപ്പം ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മാങ്ങ ഓപ്പൺ ചെയ്ത് നോക്കി, എല്ലാം ചുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ പകുതിയായി. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.